ശ്രീ വി ശിവദാസൻ എം പി. വാസ്തവത്തിൽ പ്രിന്റു മഹാദേവ് പറയുന്നത് ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പ്രാധാന്യമുണ്ട് എന്നും മാത്രമല്ല ഈ നൈപുണ്യ വികസന പദ്ധതികൾ, MSME സെക്ടറിലെ പ്രഖ്യാപനങ്ങൾ, ഇതിൻ്റെയൊക്കെയും ഗുണഭോക്താക്കളായി കേരളവും സ്വാഭാവികമായി മാറും. അല്ലെങ്കിൽ കേരളത്തെ ആ തരത്തിൽ അവഗണിച്ചിട്ടില്ല, മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പാർലമെന്റിൽ ഈ വിഷയത്തിൽ നിർമ്മലാ സീതാരാമൻ നൽകുന്ന വിശദീകരണം, അതിലൊക്കെയും തൃപ്തരാകാൻ സാധിക്കുന്നുണ്ടോ? എന്നോടാണോ? അതെ, ശ്രീ വി ശിവദാസൻ എം പി. എന്നോടാണോ? അതെ അതെ. കണക്ഷൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടുള്ള ബജറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ജനവിരുദ്ധമായിട്ടുള്ളൊരു ബജറ്റാണ്. സംസ്ഥാനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന രാഷ്ട്രീയം കൂടി ഈ ബജറ്റിൻ്റെ ഉള്ളടക്കമായിട്ട് നിൽക്കുകയാണ്. ചില സംസ്ഥാനങ്ങൾക്ക് വലിയ സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ള പ്രതീതി ഉണ്ടാക്കുകയും ബഹുഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളെ വലിയ നിലയിൽ അവഗണിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ബജറ്റാണ് നിലവിൽ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അവഗണനയാണ് ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ളത്. കേരളം മാത്രമല്ല, തമിഴ്നാടും ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ വിഷയം വലിയ ശക്തമായ നിലയിൽ തന്നെ ഉയർത്തുന്നുമുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ എയിംസിൻ്റെ കാര്യം എടുക്കാം. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വലിയ ഒഴുക്കായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകളെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ BJP അക്കൗണ്ട് തുറന്നു. കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ അക്കൗണ്ട് പൂട്ടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എയിംസിനെ കുറിച്ച് നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇനിയും കേരളത്തിന് എയിംസ് നൽകും എന്ന് പ്രഖ്യാപിക്കാൻ പറ്റാതെ പോയത്? പ്രഖ്യാപിക്കാതിരുന്നത് ബോധപൂർവമാണ്. കേരളത്തെ അവഗണിക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ നേട്ടം കൈവരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾക്ക് യാതൊരുവിധ പിന്തുണയും നൽകാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ചെയ്തിട്ടുള്ള സമീപനം. 73% ചിലവും വിദ്യാഭ്യാസ മേഖലയിൽ നിർവഹിക്കുന്നത് കേരളത്തിലെ സർക്കാരാണ്. ആരോഗ്യ മേഖലയിൽ 75% തുകയും ചെലവഴിക്കുന്നത് കേരളത്തിലെ സർക്കാരാണ്. അങ്ങനെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നിക്ഷേപം നടത്തുന്നത് വഴി കേരളം ആർജിച്ചിട്ടുള്ള വലിയ പുരോഗതി നമ്മുടെ യൗവനങ്ങളെ ലോകത്തിലെ ഏത് മേഖലയോടും കിടപിടിക്കാൻ പറ്റുന്ന നിലയിലേക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ആരോഗ്യ സംവിധാനം കേരളത്തിൽ രൂപപ്പെടുത്തുന്നത് കേരളത്തിലെ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയും ആ കേരളത്തിലെ സർക്കാർ നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയുടെ പ്രയോറിറ്റിയുമാണ്. അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് യൂണിയൻ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നാം കാണുന്നൊരു കാഴ്ച. ഇപ്പോൾ കേരളത്തിന് അനുവദിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ഫണ്ടുകളുടെ കാര്യം എടുക്കാം. കേരളം പല മേഖലയിലും പുരോഗതി ആർജിച്ചു കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് കേരളത്തിന് നൽകേണ്ടതില്ല എന്നാണ് പറയുന്നത്. ബീഹാറും UPയും പിന്നോക്കാവസ്ഥയിലാണ്, അതുകൊണ്ട് അവർക്ക് പ്രത്യേക പണം നൽകുന്നതിന് ആലോചിക്കുന്നു. ഒരു കേരളീയൻ നൽകുന്ന നികുതി അത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് 1 രൂപ എന്ന നിലയിലെത്തുമ്പോൾ കേരളത്തിന് തിരികെ ലഭിക്കുന്നത് അതിൻ്റെ 4/1 കുറഞ്ഞ തുകയാണ്. എന്നാൽ ബീഹാറിൽ നിന്നൊരാൾ 1 രൂപ നികുതിയായി നൽകുന്നത് യൂണിയൻ സർക്കാരിൻ്റെ കൈകളിലേക്ക് എത്തുമ്പോൾ തിരികെ പോകുന്നത് അത് 8 രൂപയും 9 രൂപയുമായിട്ടാണ്. അത് ഗുജറാത്തിൻ്റെയും UPയുടെയും ചിത്രം അങ്ങനെ തന്നെയാണ്. ഈ പ്രദേശങ്ങൾ വികസനത്തിൻ്റെ കാര്യത്തിൽ പിന്നോക്കം നിന്നിട്ടുള്ളത് കേരളക്കാരും ചെന്നിട്ട് പാരവെച്ചതുകൊണ്ടല്ല, കേരളം എതിർത്തതുകൊണ്ടല്ല, മറിച്ച് ആ സംസ്ഥാനങ്ങൾ ഭരിച്ച ആളുകൾ അവരുടെ ദീർഘവീക്ഷണമില്ലാത്ത നയവും വലിയ അഴിമതിയും കാരണമാണ് ആ പ്രദേശങ്ങളുടെ പിന്നോക്കാവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിൽ ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള നയങ്ങൾ നടപ്പിലാക്കി, വിദ്യാഭ്യാസ പരിഷ്കരണം നടപ്പിലാക്കി, വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നു. എന്നാൽ UPയിലും ഗുജറാത്തിലും അതുപോലെ ബീഹാറിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇത് ചെയ്യുന്നതിന് പകരമായി വലിയ നിലയിൽ വെട്ടിപ്പ് നടന്നു എന്നുള്ളത് കാലം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടങ്ങളിൽ നടന്നിട്ടുള്ള അഴിമതിക്ക്, അവിടങ്ങളിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തിയില്ലായ്മക്ക് കേരളം പിഴയൊടുക്കണം എന്ന് പറയുന്നത് ശരിയല്ലാത്ത കാര്യമാണ്. കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം നിഷേധിക്കുന്ന, കേരളത്തിന് അർഹതപ്പെട്ട എയിംസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നിഷേധിക്കുന്ന യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിനെതിരായി കേരളീയരാകെ ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്.